നമസ്കാരം, കൃഷി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്ക് കൃത്രിമ ടാങ്കുകളിൽ വളർത്താൻ പറ്റിയ മീനുകൾ ഏതൊക്കെയാണ്, പിന്നെ അതേപോലെ തന്നെ തിലാപ്പിയ മത്സ്യങ്ങളെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ MST എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് കൃത്രിമ ടാങ്കുകളിൽ വളർത്താൻ പറ്റിയ മത്സ്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് തിലാപ്പിയ, അതേപോലെ തന്നെ റെഡ് ബെല്ലി, നെട്ടർ എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ മലേഷ്യൻ വാള, ആസാം വാള എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മത്സ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ അനാബസ്. ഇതൊക്കെയാണ് നമുക്ക് കൃത്രിമ ടാങ്കുകളിൽ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല മത്സ്യങ്ങൾ. എന്ന് പറഞ്ഞാൽ നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന, പെട്ടെന്ന് നല്ല രീതിയിൽ പരിചരിക്കാനും പറ്റുന്നൊരു മത്സ്യങ്ങളാണിത്. ഇവയൊക്കെ സാധാരണ കർഷകരൊക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള മത്സ്യങ്ങളാണ് കൃത്രിമ ടാങ്കുകളിൽ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഗിഫ്റ്റ് തിലാപ്പിയെക്കുറിച്ചാണ്. ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറയുന്നത് നമുക്ക് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാമിൽ തിലാപ്പിയ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഗിഫ്റ്റ് തിലാപ്പിയ, ചില ആൾക്കാരുടെ ധാരണ ഗിഫ്റ്റ് തിലാപ്പിയ ബ്രീഡ് ചെയ്യില്ല എന്നാണ്. നമുക്ക് ഗിഫ്റ്റ് തിലാപ്പിയ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ടാങ്കുകളിൽ ഗിഫ്റ്റ് തിലാപ്പിയ ബ്രീഡ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഇതിനെ മൊത്തം ആൺമത്സ്യങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഹോർമോണിൻ്റെ പവർ ഒരു പരിധി വരെ അതിൽ നിലനിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മത്സ്യങ്ങൾക്ക് ഒത്ത സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് തിലാപ്പിയ ഒരു 7-8 മാസം, മാക്സിമം 9 മാസം വരെ ഈ ആൺമത്സ്യങ്ങളായിട്ട് ഇരിക്കുകയുള്ളൂ. അതിനുശേഷം അത് ബ്രീഡ് ചെയ്യുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ MST, മോണോസെക്സ് തിലാപ്പിയ എന്ന് പറയും. അതും ഇതേപോലെ തന്നെയാണ്. ഒരു പരിധി കഴിഞ്ഞാൽ ഒരു 7 മാസം 8 മാസം ഒക്കെ കഴിഞ്ഞാൽ MSTയും ബ്രീഡ് ചെയ്യും. പിന്നെ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പേര് ഗിഫ്റ്റ് തിലാപ്പിയുടെ സീഡ്സ് ആണെന്ന് പറഞ്ഞ് MSTയുടെ സീഡ്സ് അല്ലെങ്കിൽ സാധാ തിലാപ്പിയുടെ സീഡ്സൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് പേര് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട്. ഇതേപോലെ MST ഒക്കെ വാങ്ങി ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറഞ്ഞ്. ഗിഫ്റ്റ് തിലാപ്പിയുടെ സീഡ് ഒരിക്കലും നമുക്ക് സാധാ ഹാച്ചറിയിൽ നിന്ന് ഒരിക്കലും വാങ്ങാൻ വേണ്ടി കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഗവൺമെൻറ് അപ്രൂവൽ ലൈസൻസ് വേണം. നമുക്ക് ഫാം ലൈസൻസ് വേണം. ഗിഫ്റ്റ് തിലാപ്പിയുടെ സീഡ് കിട്ടണമെങ്കിൽ അവർ വന്ന് നമ്മൾ പോണ്ടും അതിൻ്റെ അളവൊക്കെ നോക്കിയതിന് ശേഷം ലൈസൻസ്, നമുക്ക് വളർത്താനുള്ള ലൈസൻസ് അവർ ഫിഷറീസിൽ നിന്ന് അപ്രൂവ് ചെയ്ത് തരും. അതിന് ശേഷം അവർ പറയുന്ന ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ഫിഷറീസ് വഴി നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറഞ്ഞ് തരുന്നത് മൊത്തം തട്ടിപ്പ് തന്നെയാണ്. പിന്നെ ഈ ഗിഫ്റ്റ് തിലാപ്പിയുടെയും MSTയുടെയും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാ തിലാപ്പിയ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രീഡ് ചെയ്ത് പോണ്ടിലൊക്കെ മത്സ്യങ്ങൾ നിറഞ്ഞൊരു കുറച്ച് മത്സ്യം, ഒരു 500 മത്സ്യം വളർത്താൻ പറ്റുന്ന സാഹചര്യത്തിലാണ് നമ്മൾ മത്സ്യങ്ങളെ കൊണ്ടുവിട്ടതെങ്കിൽ ഇത് മുട്ടയിട്ട് പെരുകി പോണ്ടൊക്കെ നിറഞ്ഞു 500 എന്നുള്ളത് 1000-2000 ഒക്കെ മത്സ്യങ്ങളായി അതിന് ഓക്സിജൻ കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ MSTയും അതേപോലെ തന്നെ ഗിഫ്റ്റ് തിലാപ്പിയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതലും മേൽ മത്സ്യങ്ങളാക്കി ആൺമത്സ്യങ്ങളാക്കി മാറ്റുന്നത് കൊണ്ട് നമുക്ക് നല്ല വളർച്ചയും കിട്ടും. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗിഫ്റ്റ് തിലാപ്പിയും അതേപോലെ തന്നെ MSTയും ബ്രീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മാക്സിമം 8-9 മാസം മാത്രമാണ് ഇതിന് ആൺമത്സ്യങ്ങളായിട്ട് നിലനിൽക്കുകയുള്ളൂ. കാരണം ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഹോർമോണിൻ്റെ ഒരു പവർ അത്ര സമയം വരെ ഇതിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് സാഹചര്യം വന്നു കഴിഞ്ഞാൽ MSTയും ബ്രീഡ് ചെയ്യും. ഒരുപാട് പേർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഇതൊന്നും ബ്രീഡ് ചെയ്യില്ല എന്നുള്ളത്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് വളർത്തുന്നതും അതേപോലെ തന്നെ MST, ഗിഫ്റ്റ് തിലാപ്പിയൊക്കെ വളർത്തി പരിചയമുള്ള ആൾക്കാരിൽ നിന്നും ഉപദേശം തേടി മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള മത്സ്യങ്ങളും നമ്മൾ വളർത്താൻ പറ്റും. പക്ഷേ
ഇതുപോലെ ഈ ഞാനിപ്പോൾ പറഞ്ഞ തിലാപ്പിയ, അതേപോലെ തന്നെ ആസാം വാള, നെട്ടർ, അനബാസ് തുടങ്ങിയ മത്സ്യങ്ങളെ പോലെ അത്രയും വളർച്ച നമുക്ക് കൃത്രിമ കുളങ്ങളിൽ കിട്ടില്ല. ബാക്കി മത്സ്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാർപ്പ് അല്ലെങ്കിൽ റോഹു, കട്ട്ല പോലുള്ള മത്സ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം വളർച്ച നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരിക്കും ബൈ.